നേർവേദി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു. ശ്രദ്ധിച്ചാലും. മത്തായി യേശുവിൻ്റെ ശിഷ്യനാകുന്നു. മത്തായി എഴുതിയ സുവിശേഷം 9-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യം ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാൽ, യേശു അവിടെ നിന്ന് പോകുമ്പോൾ മത്തായി എന്നു പേരുള്ള ഒരു മനുഷ്യൻ ചുങ്കസ്ഥലത്ത് ഇരിക്കുന്നത് കണ്ടു. എന്നെ അനുഗമിക്ക എന്ന് അവനോട് പറഞ്ഞു. അവൻ എഴുന്നേറ്റ് അവനെ അനുഗമിച്ചു. അവൻ വീട്ടിൽ ഭക്ഷണത്തിന് ഇരിക്കുമ്പോൾ വളരെ ചുങ്കക്കാരും പാപികളും വന്ന് യേശുവിനോടും അവൻ്റെ ശിഷ്യന്മാരോടും കൂടെ പന്തിയിൽ ഇരുന്നു. പരീശന്മാർ ഇത് കണ്ടിട്ട് അവൻ്റെ ശിഷ്യന്മാർ ആരോട്, നിങ്ങളുടെ ഗുരു ചുങ്കക്കാരോടും പാപികളോടും കൂടെ ഭക്ഷിക്കുന്നത് എന്തെന്ന് ചോദിച്ചു. യേശു അത് കേട്ടാറെ, ദീനക്കാർക്കല്ലാതെ സൗഖ്യമുള്ളവർക്ക് വൈദ്യനെ കൊണ്ട് ആവശ്യമില്ല. ഞാൻ യാഗത്തിലല്ല കരുണയിലത്രേ പ്രസാദിക്കുന്നു എന്നുള്ളത് എന്ത് എന്ന് പോയി പഠിപ്പീൻ. ഞാൻ നീതിമാന്മാരെയല്ല പാപികളെ അത്ര വിളിപ്പാൻ വന്നത് എന്ന് പറഞ്ഞു. ഈ ഭാഗം വായിച്ചാൽ നമുക്ക് തോന്നും യേശു ഒരാളെ ബലം പ്രയോഗിച്ച് തൻ്റെ ശിഷ്യനാക്കുകയാണെന്ന്. ഒരിക്കലുമല്ല. കർത്താവ് ദൈവത്തിൻ്റെ മനുഷ്യാവതാരമാണെന്ന് നമ്മൾ കണ്ടു. അങ്ങനെയെങ്കിൽ യേശു സർവജ്ഞാനിയാണ്. തൻ്റെ സർവജ്ഞാനത്തിൽ തൻ്റെ അടുക്കൽ വരുന്ന, താൻ കണ്ടുമുട്ടുന്ന ആളുകളുടെ മനോഭാവം യേശു മനസ്സിലാക്കുന്നവനാണ്. ഇതിന് തൊട്ടുപുറയിൽ പക്ഷപാത രോഗിയെ സൗഖ്യമാക്കിയതിനെക്കുറിച്ച് വായിക്കുന്ന അവരുടെ വിശ്വാസം കണ്ടിട്ടെന്നാണ്. കൊണ്ടുവന്ന ആളുകൾക്ക് വിശ്വാസമുണ്ട്, ഒപ്പം അവനും വിശ്വാസമുണ്ട്. അതുകൊണ്ടാണ് കർത്താവ് നിന്റെ പാപങ്ങൾ ഞാൻ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞതും, പിന്നീട് നിന്റെ പക്ഷപാതം, നിന്റെ രോഗം സൗഖ്യമാകട്ടെ എന്ന് പറഞ്ഞതും. അപ്പോൾ തൻ്റെ അടുക്കൽ വരുന്ന, താൻ കണ്ടുമുട്ടുന്ന ആളുകളുടെ വിശ്വാസം, അവരുടെ മനോഭാവം, ഇത് യേശു അറിയുന്നുണ്ട്. താൻ സർവജ്ഞാനിയാണ്. മത്തായി എന്ന മനുഷ്യൻ ഇതിനോടകം യേശു ചെയ്ത അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ കേട്ടു, കണ്ടു. അവൻ്റെ ഉള്ളിൽ യേശുവിനെ രക്ഷകനായി സ്വീകരിക്കാൻ മനസ്സുണ്ടായിരുന്നു. പക്ഷേ യേശു സ്വീകരിക്കുമോ ഇല്ലയോ എന്നുള്ള ഒരു ശങ്കയുണ്ട്. കാരണം വേശ്യമാർക്ക് തുല്യമാണ് ചുങ്കക്കാരെ യഹൂദന്മാർ കണക്കാക്കുന്നത്. ചുങ്കക്കാരും വേശ്യമാരും എന്നാണ് ഒരുമിച്ച് പറയുന്നത്. അതുപോലെ ചുങ്കക്കാരും പുറയാതിക്കാരും അങ്ങനെയും പറയാറുണ്ട്. അപ്പോൾ ചുങ്കക്കാര് യഹൂദന്മാരായിരുന്നെങ്കിലും അവരെ യഹൂദർ ആയിട്ട് മറ്റുള്ളവർ പരിഗണിച്ചിരുന്നില്ല. അവരെ കൊടുംപാപികളായിട്ട് വേശ്യമാരെ പോലെയാണ് കണക്കാക്കിയിരുന്നത്. ശരിയാണ്, അവർ വളരെ ഹീനമായ കാര്യമാണ് ചെയ്തത്. യഹൂദന്മാരിൽ നിന്നും അന്യായമായി അവർ കരം പിരിക്കുന്നു. എന്നിട്ട് അതിലൊരു സംഖ്യ റോമിലേക്ക് അയച്ചു കൊടുക്കുന്നു. ബാക്കി അവരെടുത്ത് തടിച്ചു കൊടുക്കുന്നു. തീർച്ചയായിട്ടും രാജ്യസ്നേഹമുള്ള ഒരാൾ അത് ചെയ്യത്തില്ല. ദ്രവ്യാഗ്രഹികളായ ആളുകളാണ് ചെയ്യുന്നത്. ശരിയാണ്, മത്തായി തൻ്റെ ഇല്ലായ്മ കാലത്ത് പണത്തെ സ്നേഹിച്ച് അത് ചെയ്തു, പണം ഉണ്ടാക്കി. പക്ഷേ ഇപ്പോൾ ആ പണം തനിക്ക് സ്വസ്ഥത നൽകുന്നില്ല. അപ്പോഴാണ് അദ്ദേഹം പാപമോചനം കൊടുക്കുന്ന യേശുവിനെ കുറിച്ച് കേട്ടത്. പക്ഷപാത രോഗിയുടെ പാപമോചനം അദ്ദേഹം കേട്ടു. എനിക്കും പാപമോചനം കിട്ടിയെങ്കിൽ, എനിക്ക് സ്വർഗം കിട്ടിയെങ്കിൽ, യേശു എന്നെക്കൂടെ അംഗീകരിച്ചിരുന്നെങ്കിൽ ഞാൻ എല്ലാം വിട്ട് എൻ്റെ പണസമ്പാദനവും എൻ്റെ ചുങ്കക്കാരൻ എന്നുള്ള ജോലിയും എല്ലാം വിട്ട് ഞാൻ യേശുവിൻ്റെ പിന്നാലെ യാത്ര ചെയ്യുമായിരുന്നു. ഞാൻ യേശുവിൻ്റെ നാമത്തിന് വേണ്ടി പണം മുടക്കുമായിരുന്നു എന്നുള്ള അവൻ്റെ മനോഭാവം യേശു കണ്ടു. സർവജ്ഞാനിയായ യേശു അത് കണ്ടു. അടുക്ക ചെന്ന് പറഞ്ഞു, എന്നെ അനുഗമിക്കാം. മത്തായി സകലതും വിട്ട് എന്ന് പറഞ്ഞാൽ ആ ജോലിയിൽ നിന്നൊഴിഞ്ഞു. ആ ഉത്തരവാദിത്തങ്ങളൊക്കെ മറ്റുള്ളവരെ ഏൽപ്പിച്ചിട്ട് അദ്ദേഹം യേശുവിനെ അനുഗമിക്കാം. വീട്ടിൽ ചോദിക്കട്ടെ, ഭാര്യയോട് ചോദിക്കട്ടെ, അല്ലെങ്കിൽ എൻ്റെ മേലുദ്യോഗസ്ഥനോട് ചോദിക്കട്ടെ, ഒന്നും പറഞ്ഞില്ല. മത്തായി ആദ്യം ചെയ്തത്
തൻ്റെ വീട്ടിലൊരു വലിയ വിരുന്നൊരുക്കുകയാണ്. എന്നിട്ട് യേശുവിനെ ശിഷ്യന്മാരെയും മറ്റ് ചുങ്കക്കാരെയും പാപികളെയും എല്ലാം വിളിച്ചു വരുത്തി. എന്തിനാണ്? യേശു തനിക്ക് പാപമോചനം നൽകി, യേശു തന്നെ രൂപാന്തരപ്പെടുത്തി, യേശു തൻ്റെ മനോഭാവം മാറ്റി, യേശു തന്നെ കൈക്കൊണ്ടു, തന്നെ തൻ്റെ ശിഷ്യന്മാരിൽ ഒരാളാക്കി യേശു എന്നെ മാറ്റി എന്നുള്ളത് സഹപ്രവർത്തകരോടും തനിക്ക് പരിചയമുള്ള ആളുകളോടും പറയാൻ വേണ്ടിയാണ് ഈ വലിയ സദ്യ ഒരുക്കിയത്. വലിയ സദ്യ ഒരുക്കിയെന്നൊന്നും മത്തായി തൻ്റെ സുവിശേഷത്തിൽ എഴുതിയിട്ടില്ലെങ്കിലും ലൂക്കോസ് മറ്റു സുവിശേഷങ്ങളിൽ എഴുതിയിട്ടുള്ളത് ഈ ലേവി എന്ന ഇദ്ദേഹത്തിനൊരു പേരുണ്ട്. ലേവി വലിയൊരു വിരുന്ന് ഒരുക്കിയെന്നാണ് വായിക്കുന്നത്. ഒരു കാലത്ത് പണത്തെ സ്നേഹിച്ചവൻ ഇപ്പോഴാ പണം ദൈവനാമത്തിൽ ചെലവഴിക്കാൻ മനസ്സുള്ളവനായി മാറുകയാണ്. ചുങ്കക്കാരും പാപികളും ഒന്നും ആ കൂടെ യേശു ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. അത് ശാസ്ത്രിമാർക്ക് പിടിച്ചില്ല, പരീശന്മാർക്കും ശാസ്ത്രിമാർക്കും പിടിച്ചില്ല. അവര് പറഞ്ഞു, നിങ്ങളുടെ ഗുരു ചുങ്കക്കാരോടും പാപികളോടും കൂടെയൊക്കെ ഇരുന്ന് ഭക്ഷിക്കുന്നു. 1-ാം സങ്കീർത്തനത്തിലുണ്ട്, ദുഷ്ടന്മാരുടെ പ്രകാരം നടക്കാതെയും പാപികളോട് നിൽക്കാതെയും പരിഹാസികൾപ്പെടുത്തി ഇരിക്കാതെയും ഒക്കെ ചെയ്യണമെന്ന്. പക്ഷേ യേശു ഈ ചുങ്കക്കാരോടും പാപികളോടും വേശ്യമാരോടും കൂടെയൊക്കെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നല്ലോ. അപ്പോൾ ഇദ്ദേഹം സ്വർഗത്തിൽ നിന്ന് വന്ന മശിഹയാണോ എന്നാണ് ചോദ്യം. ഇത് കേട്ട യേശു പറയുകയാണ്, ഞാൻ നീതിമാന്മാരെയല്ല പാപികളെ വിളിക്കാനാണ് വന്നത്, യാഗത്തിലല്ല കരുണയിലാണ് ഞാൻ പ്രസാദിക്കുന്നത് എന്ന് പറഞ്ഞു. പരീശന്മാരെ സംബന്ധിച്ച് അവർ പാപികളാണെന്നൊരു ബോധ്യം അവർക്കില്ല, അവർ രോഗികളാണ് എന്നൊരു ബോധ്യം അവർക്കില്ലായിരുന്നു. യേശു പറഞ്ഞു, ദീനക്കാർക്കല്ല സൗഖ്യമുള്ളവർക്ക് വൈദ്യനെ കൊണ്ട് ആവശ്യമില്ലല്ലോ. അപ്പം ഞാനൊരു ദീനക്കാരനാണ് എന്ന് മനസ്സിലാക്കി എന്ന് സമ്മതിച്ച് വേണം വൈദ്യനെ സമീപിക്കാൻ. ഇവിടെ മത്തായി താനൊരു ദീനക്കാരനാണ്, ആത്മീയ ദീനമുള്ള ആളാണ്, പാപിയാണ്, എനിക്ക് പാപമോചനം വേണം എന്ന് തിരിച്ചറിഞ്ഞു. അതുകൊണ്ടാണ് യേശു രക്ഷിച്ചത്. ഇപ്പോൾ മത്തായിയുടെ ക്ഷണം സ്വീകരിച്ച് വന്ന ആളുകൾക്കൊക്കെ ആ ഒരു താല്പര്യമുണ്ട്. പാപമോചനം വേണം, സ്വർഗം കിട്ടണം, അത് തരാൻ ദൈവം മനുഷ്യനായി വന്നവനാണ് യേശു എന്നുള്ള ആ ബോധ്യം അവർക്കുണ്ടായിരുന്നു. അങ്ങനെയുള്ളവരോട് ചേർന്നാണ് യേശു ഭക്ഷണം കഴിക്കാൻ ഇടയായത്. പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിന് രക്ഷകനായി സ്വീകരിച്ചിരിക്കുന്ന മുഴുവൻ ആളുകളും തങ്ങളുടെ സുഹൃത്തുക്കളെ, തങ്ങളുടെ ബന്ധുക്കളെ, തങ്ങളുടെ ചർച്ചക്കാരെ ഒക്കെ ഈ യേശുവിലേക്ക് കൊണ്ടുവരുവാനായിട്ട് അവർ ശ്രമിക്കണം. കാരണം അവരുടെ വാക്കിന് വിലയുണ്ട്. കാരണം അവരുടെ ജീവിതം, പഴയ ജീവിതം കണ്ടവരാണവർ, അടുത്തറിഞ്ഞവരാണവർ, തൊട്ടറിഞ്ഞവരാണവർ. അതുകൊണ്ട് യേശുവിനെ കുറിച്ച് പറഞ്ഞാൽ തീർച്ചയായിട്ടും അത് ഫലവത്തായി തീരും. തീർച്ചയായിട്ടും അത് ചെയ്യണം. പൗലോസ് പറഞ്ഞു, എനിക്ക് സുവിശേഷത്തെക്കുറിച്ച് ലജ്ജയില്ല. ഈ മത്തായിക്ക് സുവിശേഷത്തെക്കുറിച്ച് ലജ്ജയില്ലായിരുന്നു. അതുകൊണ്ടാണ് അവൻ വലിയ ഒരു സദ്യ ഒരുക്കി ആളുകളെ ക്ഷണിച്ച് യേശുവിന് പ്രസംഗം അവരെ കേൾപ്പിച്ചത്. യേശു ഈ മത്തായിയെ കൊണ്ടാണ് തൻ്റെ 1-ാമത്തെ സുവിശേഷം എഴുതിപ്പിച്ചത് എന്നുള്ളത് ഒരു പ്രതിഫലമായിട്ട് നമുക്ക് കണക്കാക്കാനായിട്ട് സാധിക്കും. പ്രിയപ്പെട്ടവർ, യേശുവിനെ സ്നേഹിക്കാൻ, അവനായി ജീവിപ്പാൻ മത്തായിയെ പോലെ നമുക്ക് വിടയായി തീരട്ടെ. കർത്താവിൻ്റെ വലിയൊരു നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.